ഹലോ എവരിവൺ. സോ വെൽക്കം ടു എഞ്ചിനീയേഴ്സ് ചോയ്സ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് KTUയുടെ എന്താണ് പവർ സിസ്റ്റം 1 എന്ന് പറയുന്ന നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള കോർ സബ്ജക്റ്റിൽ ഒരു തിയറി പോർഷൻ ആണ്. മൊഡ്യൂൾ 1ലെ ഒരു തിയറി പോർഷൻ ആണ് തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഈ തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഫസ്റ്റ് എന്താണ് വരുന്നത്? തെർമൽ പവർ സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വരിക? തെർമൽ പവർ സ്റ്റേഷന്റെ ഒരു ഡെഫിനേഷൻ പറയാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും: എ ജനറേഷൻ സ്റ്റേഷൻ ദാറ്റ് കൺവേർട്സ് ദ ഹീറ്റ് എനർജി ഓഫ് കോൾ കമ്പസ്റ്റൻ ഇൻടു ഇലക്ട്രിക്കൽ എനർജി. എന്തേലും മനസ്സിലായോ? എന്തേലും മനസ്സിലായോ? ഏ എടാ, എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളത് ഇത്രയും മാത്രം ഓർത്താൽ മതി. ഇത്രയും മാത്രം ഓർത്താൽ മതി. അതായത് നമ്മുടെ കയ്യിൽ എന്തുണ്ടാവൂടാ? കോൾ ഉണ്ടാവും. നമ്മുടെ കയ്യിൽ കോൾ ഉണ്ടാവും. ഈ കോളിനെ നമ്മൾ എന്ത് ചെയ്യൂടാ? കമ്പസ്റ്റൻ നടത്തും. കമ്പസ്റ്റൻ നമ്മൾ നടത്തും. കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞോട്ടെ, ഹീറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ഓക്കെ, ഹീറ്റ് ചെയ്യും. നമ്മൾ ഈ കോളിനെ എന്ത് ചെയ്യുന്നടാ? ഹീറ്റ് ചെയ്യുന്നു. കോളിനെ ഹീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും? കെമിക്കൽ എനർജി ഉണ്ടാവില്ലേ? കെമിക്കൽ എനർജി ഉണ്ടാവില്ലടാ. കെമിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഉണ്ടാവുന്ന കെമിക്കൽ എനർജീനെ നമ്മൾ എന്താക്കി മാറ്റും? ഇതിനെ നമ്മൾ തെർമൽ എനർജിയാക്കി മാറ്റും. എന്നിട്ട് ഈ തെർമൽ എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണടാ ഇവിടെ നടക്കുന്നത്. ഇതാണ് സിമ്പിൾ ആയിട്ട് എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയൂ. സിമ്പിൾ ആയിട്ട് എന്നോട് പറയാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയൂ: എൻ്റെ കയ്യിൽ കോളുണ്ട്, ആ കോളിനെ ഞാൻ ഹീറ്റ് ചെയ്യുന്നു, അപ്പൊ എനിക്ക് കെമിക്കൽ എനർജി കിട്ടുന്നു, ആ കെമിക്കൽ എനർജി ഞാൻ തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ആ തെർമൽ എനർജി യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് പറയാൻ പറഞ്ഞാൽ ഇത്രയും പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഇതിന്റെ സ്കീമാറ്റിക് അറേഞ്ച്മെന്റ് എന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് പാർട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം മെയിൻ ആയിട്ട് 8 പാർട്സ് ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇത് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പാർട്സ് എന്ന് പറയുന്നത് ഇതിനെന്താണ് കുറച്ചുകൂടെ കൂടുതലാണ്, റൈറ്റ്? ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് സ്റ്റീം പവർ പ്ലാന്റിന്റെ പാർട്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പാർട്സ് ഓഫ് എന്താണ് ഹൈഡ്രോ പ്ലാന്റ്, അല്ലെ? ഹൈഡ്രോ പ്ലാന്റിനെക്കാട്ടിലും കൂടുതൽ നമ്പർ ഓഫ് പാർട്സ് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് 8 പാർട്ടുകൾ ഉണ്ട്. കോൾ ആൻഡ് ആഷ് ഹാൻഡ്ലിംഗ് അറേഞ്ച്മെന്റ്, അത് നമുക്ക് ഇവിടെ കാണാം. ഇതാണ് കോൾ ആൻഡ് ആഷ് ഹാൻഡ്ലിംഗ് അറേഞ്ച്മെന്റ്. പിന്നെ ഇതും കൂടെ കൂടുമ്പോൾ കേട്ടോ. പിന്നെ ബോയിലർ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു സൂപ്പർ ഹീറ്റർ നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഇത് ഇവിടെ ഒരു എക്കണോമൈസർ ഉണ്ട്. പിന്നെ ഒരു സ്റ്റീം ടർബൈൻ, ഈ ട്രപ്പിസോഡൽ ഷേപ്പിൽ കാണിക്കുന്നതാണ് നമ്മുടെ സ്റ്റീം ടർബൈൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ആൾട്ടർനേറ്റർ ഇത് ഇവിടെ ഉണ്ട്. ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താടാ? AC ജനറേറ്ററിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റർ എന്ന് പറയുന്നത്, അല്ലെ? ഇവിടെ ഒരു എക്സൈറ്റർ ഉണ്ട്. അത് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. RYB എന്ന് പറയുന്ന 3 ഫേസ് കണക്ഷനിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫീഡ് വാട്ടർ പമ്പ്, ഫീഡ് വാട്ടർ ഹീറ്റർ, അതേപോലെ തന്നെ കൂളിംഗ് അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. നമുക്കിനി എന്ത് ചെയ്യാടാ? ഈ ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്ന ഈ ഒരു കാര്യം ഞാൻ എന്ത് ചെയ്യണം ഒന്നുകൂടെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞാണ്, കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. നമുക്ക് കോൾ ഉണ്ട്. ആ കോളിനെ നമ്മൾ എന്താക്കുന്നു? ഹീറ്റ് ചെയ്യുന്നു. കോളിനെ ഹീറ്റ് ചെയ്തപ്പോ എന്തുണ്ടായടാ? കെമിക്കൽ എനർജി ഡിറൈവ്ഡ് ആയി. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മൾ എന്താക്കും? അതിനെ നമ്മൾ തെർമൽ എനർജി ആക്കി മാറ്റിയായിരുന്നു, അല്ലെ? അതിനെ നമ്മൾ തെർമൽ എനർജി ആക്കി മാറ്റി. അത് ഉപയോഗിച്ച് നമ്മുടെ വാട്ടറെ നമ്മൾ ഹീറ്റ് ചെയ്തു. അപ്പോൾ എന്തുണ്ടായി? വാട്ടറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവൂടാ? സ്റ്റീം ഉണ്ടാകും, അല്ലെ? നീരാവി ഉണ്ടാവും. എന്നിട്ട് ആ സ്റ്റീമിനെ നമ്മുടെ ടർബൈനിലേക്ക് നമ്മൾ കൊടുക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീം ടർബൈൻ ആണ്. ഈ സ്റ്റീം ടർബൈൻ എന്ത് ചെയ്യൂടാ? സ്റ്റീം എന്ത് ചെയ്യും? നമ്മുടെ ടർബൈനെ ഡ്രൈവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ടർബൈൻ കറങ്ങും. അങ്ങനെ ആ സ്റ്റീം എനർജി യൂസ് ചെയ്ത്, ആ സ്റ്റീം എനർജി ടർബൈൻ യൂസ് ചെയ്ത് നമ്മൾ മെക്കാനിക്കൽ എനർജി ആക്കുന്നു. പിന്നെ അത് ആൾട്ടർനേറ്ററിലൊക്കെ കൊടുത്ത് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഓവർ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണോടാ? ഓക്കേടാ. അപ്പൊ ഇനി നമുക്ക് ഓരോ പാർട്ടിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാവേ. ഫസ്റ്റ് ആണ് കോൾ ആൻഡ് ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റ്. ഓക്കെ,
ഓക്കെ, കോളും അതിന്റെ ചാരവും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഏതാണ് ആ പാർട്ട് എന്ന് പറയുന്നത്? ആ പാർട്ട് ഏതാണ്? ഇവിടെ നിങ്ങളൊന്ന് പറഞ്ഞാടാ. ഇതാണ് കോൾ സ്റ്റോറേജ് ലാൻഡ് എന്ന് പറയുന്നത്. കോൾ സ്റ്റോറേജ് ലാൻഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചെങ്കിൽ നമ്മുടെ കോൾ അവിടെ കൊണ്ടുപോയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം. കോളിനെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ അതെങ്ങോട്ടേക്ക് പോകൂടാ? കോൾ ഹാൻഡിലിംഗ് പ്ലാന്റിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ കോൾ ഹാൻഡിലിംഗ് പ്ലാന്റ്, കോളിനെ ഒന്ന് കൈകാര്യം ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ അത് എന്ത് പോകും? മൂവ് ചെയ്യും. അവിടെ വെച്ച് കോളിനെ എന്ത് ചെയ്യും? കൈകാര്യം ചെയ്യും. നമ്മൾ ഈ അവരെ അങ്ങ് ഹാൻഡിൽ ചെയ്തേക്കടാ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? അല്ലെങ്കിൽ അയാളെ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവനെ ഒന്ന് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അവനൊന്ന് ഇടിക്കണം, അവനൊന്ന് ഇടിച്ച് പൊട്ടിക്കണം എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അതേ സംഭവം എവിടെയാണ് നടക്കുന്നത്? കോൾഡ് സ്റ്റോറേജ് സംഭവത്തിൽ നിന്ന് നമ്മൾ കോൾ ഹാൻഡിലിംഗ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ കോളിനെ എന്ത് ചെയ്യും? ഒന്ന് ഇടിച്ച് പൊട്ടിക്കും. എന്തിനാ? ബേൺ ചെയ്യാൻ വേണ്ടി. നമുക്ക് വലിയ കൽക്കരി കട്ടകളായിരിക്കും ഉണ്ടാകുക. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളതിനെ ഇടിച്ച് ചെറിയ ചെറിയ പീസാക്കി മാറ്റും. ഓക്കെ, അതിനെ ക്രഷ് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി മാറ്റും. അതിനെ നമ്മൾ പൾവറൈസേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സംഭവിക്കുന്നത്. അതാണ് ഇതിവിടെ സംഭവിക്കുന്നത്. ഓക്കെ, മൂവ് ചെയ്ത് കണ്ടോ? The coal is stored in coal storage plant. The coal is stored in coal storage plant from where it is delivered to the coal handling plant. അപ്പോൾ കോൾ സ്റ്റോറേജ് പ്ലാന്റിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു? കോൾ സ്റ്റോറേജ് പ്ലാന്റിൽ നിന്ന് കോൾ ഹാൻഡിലിംഗ് പ്ലാന്റിലേക്ക് നമ്മൾ കോളിനെ എന്ത് ചെയ്യുന്നു? കോളിനെ നമ്മൾ കോൾ സ്റ്റോറേജ് പ്ലാന്റിൽ നിന്ന് കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിലേക്ക് നമ്മൾ മാറ്റുന്നു. ഈ കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിൽ വെച്ച് കോളിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ കൈകാര്യം ചെയ്യും. എന്ന് പറഞ്ഞാൽ കോളിനെ അങ്ങ് ഇടിച്ച് പൊട്ടിക്കും, സ്മോൾ പീസാക്കി മാറ്റും. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സ്മോൾ പീസാക്കുന്നത്? ലാർജ് പീസാക്കിയാലും പോരെ, മതി. പക്ഷെ നന്നായിട്ടൊന്ന് ബേൺ ചെയ്യണം. നന്നായിട്ടൊന്ന് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യൂടാ? അതിനെ ചെറിയ ചെറിയ പീസാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോസസ്സിന് എന്താ പറയുന്ന? കോളിനെ വലിയ കോൾ, അത് വലിയൊരു കോളായിരുന്നു, അതിന് നമ്മൾ എന്താക്കി മാറ്റി? ചെറിയ ചെറിയ സ്മോൾ പീസസ് ആക്കി മാറ്റി. ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് പൾവറൈസേഷൻ. സ്പെല്ലിങ് സെഡ് ആണോ എസ് ആണോ എന്ന് എനിക്ക് മറന്നുപോയി. പൾവറൈസേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വായിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് സ്പെല്ലിങ് കൃത്യമായിട്ട് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഓക്കെ, പൾവറൈസേഷൻ നിങ്ങളൊന്ന് ഗൂഗിൾ അടിച്ചു നോക്കുക. പൾവറൈസേഷന്റെ സ്പെല്ലിംഗ് എന്നാണ്. അതിനെയാണ് നമ്മൾ പൾവറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then എന്താണ്? The ash produced after the burning of the coal is removed to ash storage plant. അതായത് നമ്മൾ കോള് എടുത്തുകൊണ്ട് വന്നു കോൾ സ്റ്റോറേജ് പ്ലാന്റിൽ നിന്ന്, അതിനെ കൈകാര്യം ചെയ്തു, എന്നിട്ട് അതിനെ ബേൺ ചെയ്തു. ഇത്രയും സംഭവം കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിൽ നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്ത് നടക്കൂടാ? അവിടെ എന്ത് നടക്കും? അവിടെ ചാരം ഉണ്ടാകും അല്ലെ? ബേൺ ചെയ്യുമ്പോൾ ചാരം ഉണ്ടാവൂലേ? അതിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും? അതിനെ നമ്മൾ കോൾ ഹാൻഡിലിംഗ് പ്ലാന്റിൽ നിന്ന് ആഷ് സ്റ്റോറേജ് പ്ലാന്റിലേക്ക് നമ്മൾ മാറ്റും. ഇവിടെ നമ്മുടെ ഹാൻഡിലിംഗ് പ്ലാന്റ് ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ആഷിനെ എങ്ങോട്ടേക്ക് മാറ്റും? ആഷ് സ്റ്റോർ ചെയ്യുന്ന പ്ലാന്റിലേക്ക് മാറ്റും. ആ സ്റ്റോർ പ്ലാന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ മാറ്റും. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? കോൾ സ്റ്റോറേജ് ആൻഡ് കോൾ ആഷ് ഹാൻഡിലിംഗ് പ്ലാന്റ് ആണ്. അപ്പോൾ കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ കോളിനെ ക്രഷ് ചെയ്യും, സ്മോൾ പീസാക്കി മാറ്റും. അതിനെ നമ്മൾ പൾവറൈസേഷൻ എന്നാണ് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ സ്മോൾ പീസാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രോപ്പർ ബേണിംഗ് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് അവിടെ നിന്നുള്ള കെമിക്കൽ എനർജി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നു. ഹീറ്റ് എനർജിയോ തെർമൽ എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? കോള് നമ്മൾ എവിടെ വെച്ചിട്ടാണ് ബേൺ ചെയ്യുന്നത്? ബോയിലറിന്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ബേൺ ചെയ്യുന്നത്. അങ്ങനെ ബേൺ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എന്തുണ്ടാകൂടാ? ചാരം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോടാ. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? നമ്മൾ കോളിനെ എടുത്തു, കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിലേക്ക് കൊടുത്തു, അത് നമ്മൾ ബോയിലറിലേക്ക് കൊടുത്തു. ബോയിലറിൽ വെച്ച് നമ്മൾ ചെറിയ പൾവറൈസ് ചെയ്ത ചെറിയ കോളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബേൺ ചെയ്യുന്നു. ബേൺ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ആഷ് ഉണ്ടാവും, ചാരം ഉണ്ടാവും. ആ ചാരം എങ്ങോട്ടേക്ക് മാറ്റൂടാ? ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റിലേക്ക് മാറ്റും. എന്നിട്ട് നമ്മൾ ചാരത്തിനെ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു സൈക്കിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കോൾ എടുക്കുന്നു, കോളിനെ പൾവറൈസ് ചെയ്യുന്നു, ബോയിലറിലേക്ക് കൊടുക്കുന്നു, ബോയിലറിൽ നിന്ന്
അവിടെ അതിനെ ബാക്കി വന്ന ചാരത്തിന് ആശാനിങ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്നു, എന്നിട്ട് അതിനെ ആ സ്റ്റോറേജിലേക്ക് കൊണ്ടുപോകുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടാ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളതാണ് ബോയിലർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ബോയിലർ എന്ന് പറയുന്ന ഈ ഒരു റൗണ്ടിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഡിസ്കസ് ചെയ്യണം. അപ്പൊ ബോയിലറിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ബോയിലറിനെ പറ്റി പറയുമ്പോൾ ബോയിലർ, ഓക്കെ, വായിച്ചു കളഞ്ഞോട്ടെ. ബോയിലർ എന്ന് പറഞ്ഞാൽ എന്താടാ ബോയിലർ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറയുന്നുള്ളൂ, റൈറ്റ്? നമ്മൾ പൾവറൈസ് ചെയ്ത കോളിനെ എന്തിലേക്ക് മാറ്റി, ബോയിലറിലേക്ക് മാറ്റി, വിത്ത് പ്രീ ഹീറ്റഡ് എയർ. പ്രീ ഹീറ്റഡ് എയർ, ഓക്കെ. അത് നമുക്ക് വേണമെങ്കിൽ അതായത് ഇവിടെ നമുക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. സ്കീമാറ്റിക് ഡയഗ്രം എടുക്കുമ്പോൾ ഇത് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്, റൈറ്റ്? എന്താണ് ഇവിടെ ഒരു ചിമ്മിനി ഒക്കെ ഉണ്ട്. ആ ചിമ്മിനിയിൽ നിന്ന് ഒരു എയർ പ്രീഹീറ്റർ ഉണ്ട്. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയറിനെ എന്ത് ചെയ്യും, വലിച്ചെടുക്കും. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബോയിലറിലേക്ക് കൊടുക്കും. കുറച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ബോയിലർ ഈ സംഭവത്തിന് ബേൺ ചെയ്യിക്കണമെങ്കിൽ ഒരുപാട് എനർജി ഇൻപുട്ട് എടുക്കേണ്ടി വരും, റൈറ്റ്? അപ്പൊ ആ എനർജി ഇൻപുട്ട് കുറച്ചിട്ട് നമ്മുടെ ഈ സൈക്കിളിന്റെ എഫിഷ്യൻസി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പ്രീ ഹീറ്റ് ചെയ്ത എയറും കൂടെ അതിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ ചൂടാകുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു പ്രീ ഹീറ്റഡ് എയർ സിസ്റ്റം ഉണ്ട്. അതാണ് ഇവിടെ എയർ പ്രീ ഹീറ്റർ. നമ്മുടെ എന്താണ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കുറച്ച് എയറിനെ എടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്ത് നമ്മുടെ ബോയിലറിലേക്ക് കൊടുക്കുന്നു. ഈ ഇൻപുട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, റൈറ്റ്? അങ്ങനെ നമ്മൾ ബോയിലറിലേക്ക് പോയി. ബോയിലറിൽ എന്താ സംഭവിച്ചത്, നമ്മൾ ഇടിച്ചു പൊടിച്ച കോയിൽ നമ്മൾ ബോയിലറിലേക്ക് പ്രീ ഹീറ്റഡ് എയറുമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ബോയിലർ എന്ത് ചെയ്യുന്നടാ, ബോയിലർ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹൈ പ്രഷർ സ്റ്റീം. ബോയിലറിനകത്ത് വെച്ചിട്ട് എന്തുണ്ടാവും, ഹൈ പ്രഷർ ഉള്ള സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നു. The boiler in thermal power plant is used to convert chemical energy of coal into thermal energy or heat energy. ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് അല്ലെ. നമ്മൾ ആ കെമിക്കൽ എനർജീനെ തെർമൽ എനർജി ആക്കി മാറ്റുന്നു. എന്നിട്ട് ആ സ്റ്റീം എനർജി യൂസ് ചെയ്ത് ടർബൈൻ നമ്മൾ കറക്കുന്നു. എന്നിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ബോയിലർ എന്ന് പറയുന്നത് ഒരു ഹൈ പ്രഷർ സ്റ്റീം ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് വെച്ചിട്ട് എന്താ സംഭവിക്കുന്നത്, കോള് നമ്മൾ ബേൺ ചെയ്യാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ എനർജി എന്ന് പറയുന്നത് ഒരു ഹീറ്റ് എനർജി അല്ലെങ്കിൽ ഒരു തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഡ്യൂറിംഗ് ദ കമ്പസ്റ്റൻ ഓഫ് കോൾ എ ഹൈ ടെമ്പറേച്ചർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ ബോയിലർ. കണ്ടോ, ഈ ബോയിലറിനകത്ത് വളരെ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകും. ദിസ് ടെമ്പറേച്ചർ ഈസ് ഹൈ ഇനഫ് ടു കൺവേർട്ട് വാട്ടർ ഇൻടു സ്റ്റീം. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ബോയിലർ ഉണ്ട്. ഈ ബോയിലറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പൾവറൈസ് ചെയ്ത കോള് കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്രീ ഹീറ്റ് ചെയ്ത എയർ ഇതാ ഇവിടെ നിന്ന് വരുന്നുണ്ട്. പ്രീ ഹീറ്റ് ചെയ്ത എയർ വരുന്നുണ്ട്. നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഇതിനെ ഇവിടെ വെച്ച് ബേൺ ചെയ്യുന്നുണ്ട്. ബേൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടായിരുന്ന കെമിക്കൽ എനർജി എന്ന് പറയുന്നത് ഹീറ്റ് എനർജി അല്ലെങ്കിൽ തെർമൽ എനർജി ആയിട്ട് മാറുന്നു. എന്നിട്ട് ഈ കമ്പസ്റ്റൻ നടക്കുന്ന സമയത്ത് ഈ ബോയിലറിനകത്ത് നിന്നുണ്ടാകൂടാ ഒരു ഹൈ ടെമ്പറേച്ചർ ഫോം ചെയ്യും. ഒരു ഹൈ ടെമ്പറേച്ചർ ഫോം ചെയ്യുന്നു. ഈ ഹൈ ടെമ്പറേച്ചർ ഇറ്റ് ഈസ് ഇനഫ് ടു കൺവേർട്ട് ദ വാട്ടർ ഇൻടു സ്റ്റീം. നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വാട്ടറിനെ സ്റ്റീം ആക്കി മാറ്റുക എന്നല്ലേ. അത് ഈ ഒരു ടെമ്പറേച്ചറിന് സാധിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാണ്. ബോയിലറിന് എന്ത് ചെയ്യുന്നു, പൾവറൈസ്ഡ് കോളാക്കി മാറ്റി. ബോയിലറിന് നമ്മൾ പൾവറൈസ്ഡ് കോളാക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ സ്മോൾ പീസ് ആക്കി മാറ്റി. അല്ലെ, സ്മോൾ പീസ് മീൻസ് പൾവറൈസ്ഡ് കോളിന് എന്ത് ചെയ്തു, ഞാൻ എന്തൊക്കെ പറഞ്ഞേ, ശരി ചുമ്മാ എന്തോ തെറ്റല്ലേ പറഞ്ഞത്. സി, ബോയിലറിലേക്ക് പൾവറൈസ്ഡ് കോൾ കൊടുത്തു, അതായത് സ്മോൾ പീസ് ഓഫ് കോൾ. എന്നിട്ട് എന്ത് ചെയ്തു, ബോയിലർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ബേൺ ചെയ്തു. ബേൺ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഹൈ പ്രഷർ സ്റ്റീം നമുക്ക് കിട്ടുന്നു. അതിനിടയ്ക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, കെമിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുന്നു. ഇനി വാട്ടർ പ്രസന്റ് ഇൻ ദ ബോയിലർ ടു ബോയിലർ എന്തോ ഞാൻ ചുമ്മാ പൊട്ട ഇംഗ്ലീഷാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങളങ്ങ് മൈൻഡ് ചെയ്യണ്ട, ഞാൻ പെട്ടെന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കുന്നതാണ്. അപ്പം എന്താണ് പറ്റുന്നതാണ്. അപ്പം വാട്ടർ എന്ത് ചെയ്യുന്നു, വാട്ടർ നമ്മുടെ ബോയിലറിനകത്തുള്ള വാട്ടർ എന്ത് ചെയ്യുന്നു, ഈ ഹൈ പ്രഷർ സ്റ്റീം കൊണ്ട് എന്തായി മാറുന്നു, അത് എന്തായി മാറുന്നു, സ്റ്റീമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സ്റ്റീം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടർബൈൻ കറക്കുന്നത്. ഓക്കെ, ബൈ യൂസിങ് ഹീറ്റ് എനർജി ഓഫ് ദ കോൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, കോൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ ഫോം ചെയ്യുന്നു. ദാറ്റ് ടെമ്പറേച്ചർ ഈസ് ഇനഫ് ടു കൺവേർട്ട് ദ വാട്ടർ ടു സ്റ്റീം. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് പാർട്ടാണ് സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്നത്. സൂപ്പർ ഹീറ്റർ ഇവിടെ എവിടെയാണുള്ളത്, സൂപ്പർ ഹീറ്റർ ഇവിടെ എവിടെയാണുള്ളത്, അതായത് ഇതാണ് സൂപ്പർ ഹീറ്റർ.
ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള സംഭവമാണ് സൂപ്പർ ഹീറ്റർ. സൂപ്പർ ഹീറ്ററിന്റെ ഇൻപുട്ട് നോക്കിക്കടാ, ബോയിലറിൽ നിന്നാണ് സൂപ്പർ ഹീറ്ററിന്റെ ഇൻപുട്ട് പോകുന്നത്. റൈറ്റ്, ബോയിലറിൽ നിന്നാണ് അതിന്റെ ഇൻപുട്ട് ഒക്കെ പോകുന്നത്. അതിനുശേഷം എക്കണോമൈസറിലേക്ക് ഒരു ഔട്ട്പുട്ട് പോകുന്നുണ്ട്. ബോയിലറിൽ നിന്ന് ഇൻപുട്ടുകൾ വരുന്നുണ്ട് അല്ലെ, ബോയിലറിൽ നിന്ന് ഇൻപുട്ടുകൾ വരുന്നുണ്ട്. അതിന്റെ എക്കണോമൈസറിലേക്കാണ് അതിന്റെ മെയിൻ ഔട്ട്പുട്ട് പോകുന്നത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അതിനെ പറ്റിയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ ഹീറ്റർ എവിടെ, സൂപ്പർ ഹീറ്ററിലേക്ക് പോകണം. ഇവിടെ സൂപ്പർ ഹീറ്റർ ഉണ്ട്. അതിനിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വായിച്ചു കളയാം. സൂപ്പർ ഹീറ്റർ എന്താണ് ചെയ്യുന്നത്? ഇൻ എ സ്റ്റീം ടർബൈൻ, സൂപ്പർഹീറ്റഡ് സ്റ്റീം ഈസ് യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ ടർബൈൻ. ഓക്കെ, എന്ത് മനസ്സിലായി? അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ടർബൈൻ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഒരു ട്രപ്പിസോഡൽ ഷേപ്പ് കണ്ടു, അതാണ് നമ്മുടെ ടർബൈൻ എന്ന് പറയുന്നത്. അത് കറക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ്. അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ വെറ്റ് ആൻഡ് സാച്ചുറേറ്റഡ് സ്റ്റീം ഈസ് സപ്ലൈഡ് ടു ദ സൂപ്പർ ഹീറ്റർ. ആക്ച്വലി നമ്മുടെ ബോയിലറിൽ നിന്ന് വരുന്നത് വെറ്റ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സ്റ്റീം ആയിരിക്കും. ഓക്കെ, അതായിരിക്കും നമ്മുടെ സൂപ്പർ ഹീറ്ററിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ ബോയിലർ ഇവിടെ ഉണ്ട്, ഇതാണ് നമ്മുടെ ബോയിലർ. ബോയിലറിൽ നിന്ന് നമ്മുടെ സൂപ്പർ ഹീറ്റർ, ഞാനിവിടെ SH എന്ന് എഴുതുവാണ്, സൂപ്പർ ഹീറ്ററിലേക്ക് വരുന്നത് വെറ്റ് ആയിട്ടുള്ള സ്റ്റീം ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ സൂപ്പർ ഹീറ്റർ ഈ വെറ്റ് ആയിട്ടുള്ള സ്റ്റീമിനെ ഡ്രൈ ആയിട്ടുള്ള സ്റ്റീം ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഇതിന്റെ ജോലി. അപ്പൊ ഇതിന്റെ ഇൻപുട്ട് ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഒരു വെറ്റ് ആയിട്ടുള്ള സ്റ്റീമാണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്? ഡ്രൈ സ്റ്റീമാണ്. ഇറ്റ് മീൻസ് ദ സൂപ്പർ ഹീറ്റർ കൺവേർട്സ് എ വെറ്റ് സ്റ്റീം ഇൻടു ഡ്രൈ സ്റ്റീം. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സൂപ്പർ ഹീറ്റേഴ്സ് ടെമ്പറേച്ചർ ഈസ് ഹയസ്റ്റ് അമംഗ് ദ ഓൾ കമ്പോണൻസ് ഓഫ് ദ തെർമൽ പവർ പ്ലാന്റ്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. അതായത് ഇവിടെ നമ്മൾ തെർമൽ പവർ പ്ലാന്റ് നോക്കുമ്പോൾ ഒരുപാട് കമ്പോണൻസ് ഉണ്ടല്ലേ. കോൾഡ് സ്റ്റോറേജ് ലാൻഡ്, കോൾഡ് ഹാൻഡ്ലിംഗ്, ബോയിലർ, സൂപ്പർ ഹീറ്റർ, ഓൾട്ടർനേറ്റർ, ഫീഡ് വാട്ടർ പമ്പ്, ഇങ്ങനെ ഒരുപാട് കമ്പോണൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിൽ തന്നെ ഈ തെർമൽ പവർ പ്ലാന്റിലെ ഏറ്റവും ടെമ്പറേച്ചർ ഉള്ള, ഏറ്റവും ചൂടുള്ള കമ്പോണന്റ് ഏതാണെന്ന് ചോദിച്ചെങ്കിൽ സൂപ്പർ ഹീറ്റർ ആണ്. അപ്പൊ പുള്ളിക്കാരൻ കുറച്ച് ചൂടനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. In the thermal power plant, there are 3 types of superheaters. Okay, മെയിൻ ആയിട്ട് കൺവെക്ഷൻ, റേഡിയന്റ്, സെപ്പറേറ്റ്ലി ഫയർഡ്, 3 ടൈപ്പ് സൂപ്പർ ഹീറ്റേഴ്സ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറ്. അതൊന്നും നിങ്ങൾ വലിയ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് നോക്കിയാൽ മതി. അപ്പൊ എന്ത് മനസ്സിലായി? The superheater is used to increase the temperature of steam generated from the boiler. ബോയിലറിൽ നിന്ന് വന്ന സ്റ്റീമിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. This will increase the thermal energy of. സ്വാഭാവികമായിട്ടും സ്റ്റീമിന്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അതിന്റെ ഹീറ്റ് എനർജി കൂടുമല്ലോ. എന്ന് പറഞ്ഞാൽ തെർമൽ എനർജി മീൻസ് ഹീറ്റ് എനർജി, അത് ഇൻക്രീസ് ചെയ്യുമല്ലോ. അതൊക്കെ ഏത് പൊട്ടനും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇതാണ് സൂപ്പർ ഹീറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നോക്കിക്കടാ. ഇപ്പൊ നെറ്റ് ഔട്ട്പുട്ട് ഓഫ് ദ ബോയിലറിന്റെ നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? തെർമൽ എനർജിയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഒരു വെറ്റ് ആൻഡ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രീമാണ് നമ്മുടെ ബോയിലറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ബോയിലറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെറ്റ് ആൻഡ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സ്ട്രീമാണ്. ഇതിനെ നമ്മൾ സൂപ്പർ ഹീറ്ററിലേക്ക് കടത്തിവിടും. അപ്പൊ നമ്മുടെ ബോയിലറിൽ നിന്ന് വന്ന വെറ്റ് ആൻഡ് സാച്ചുറേറ്റഡ് സ്ട്രീം സൂപ്പർ ഹീറ്ററിലേക്ക് പോയി. ആ സൂപ്പർ ഹീറ്ററിൽ വെച്ച് എന്ത് ചെയ്യുന്നു, ഈ സ്റ്റീമിന്റെ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്തു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് അതിനെ ഡ്രൈ ആൻഡ് സൂപ്പർ ഹീറ്റ് ആക്കി മാറ്റി. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അതെന്താന്ന് ചോദിച്ചെങ്കിൽ, ഇഫ് വെറ്റ് സ്ട്രീം ഈസ് ഡയറക്ട്ലി സ്ട്രൈക്ക് ഇൻ ടു ദ ടർബൈൻ, നമ്മൾ ഡയറക്ട്ലി ടർബൈനിലേക്ക് നമ്മുടെ ഈ വെറ്റ് സ്ട്രീം കൊടുക്കുകയാണെങ്കിൽ ബ്ലേഡ്സ് ഓഫ് ടർബൈൻ ഡാമേജസ് ഡ്യൂ ടു കൊറോഷൻ. ഈ സ്പെല്ലിംഗ് ഒക്കെ മേ ബി തെറ്റായിരിക്കും, ഞാൻ പെട്ടെന്ന് എഴുതിയതുകൊണ്ടാണ്. ഓക്കെ, കൊറോഷൻ. ഓക്കെ, കൊറോഷൻ കാരണം ഇതൊക്കെ കൊറോഷൻ എന്ന് വായിക്കുകയല്ല അല്ലെ, കൊറോഷൻ. ഓക്കെ ഫൈൻ, നിങ്ങൾ കൊറോഷൻ മാറ്റി എഴുതുക. സോ കൊറോഷൻ. നോട്ട് എന്താണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്? സൂപ്പർ ഹീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ ഹീറ്റർ കമ്പോണന്റ് എന്ന് പറയുന്നത് ആണ് തെർമൽ പവർ പ്ലാന്റിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ ഉള്ള കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇത്രയാണ് സൂപ്പർ ഹീറ്ററിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ അല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് എക്കണോമൈസർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അതായത് നമ്മുടെ സൂപ്പർ ഹീറ്ററിന്റെ ഒരു ഔട്ട്പുട്ട് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നത്, സൂപ്പർ ഹീറ്ററിന്റെ ഒരു ഔട്ട്പുട്ട് ആയിട്ട് പോകുന്ന എക്കണോമൈസറിലേക്കാണ്. റൈറ്റ്. അപ്പൊ എക്കണോമൈസർ എന്താണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. എക്കണോമൈസർ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സാധാരണ ഈ
എക്കണോമി എന്നൊക്കെ പറഞ്ഞാൽ എന്താ, സാമ്പത്തിക ശാസ്ത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. ഓക്കെ, എനിക്കൊരു കോള് വരുന്നു, വെയിറ്റ് എ സെക്കൻഡ്, ഞാൻ ക്ലാസ് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, സോ നമ്മൾ എക്കണോമൈസർ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിനു മുമ്പ് ഇതിന്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ പറഞ്ഞ എന്താണ്, നേരത്തെ പറഞ്ഞ സംഭവം എന്തായിരുന്നു, സൂപ്പർ ഹീറ്ററിന്റെ ഒരു പോയിന്റ് കൂടെ ഇവിടെ ഉണ്ട്. സോ ഇറ്റ് ഇൻക്രീസസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സ്റ്റീം. സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞതാണ്, സ്റ്റീമിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. സ്റ്റീമിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ മീൻസ് അതിന്റെ തെർമൽ എനർജി ഓർ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹീറ്റ് എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് സൂപ്പർ ഹീറ്ററിനെ പറ്റി പറയാനുള്ളത്. ഇനി എക്കണോമൈസർ എന്ന് പറഞ്ഞാൽ, ഞാനിത് ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, ഇതുവഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആക്ച്വലി ഈ ഫിഗർ ഇൻകംപ്ലീറ്റ് ആണ്, ഇതിന്റെ കംപ്ലീറ്റ് ഫിഗർ ഞാൻ പറയാം. ആക്ച്വലി നമ്മൾ ബോയിലർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താന്ന് നമ്മൾ പറഞ്ഞു, സ്റ്റീം ആയിരിക്കും. റൈറ്റ്, ബോയിലർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് സ്റ്റീം ആണ്. ആണല്ലോ, ആണ്. ഈ സ്റ്റീം മാത്രമല്ലായിരിക്കും നമ്മുടെ ബോയിലറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരിക. രണ്ട് ഔട്ട്പുട്ടുകളാണ് നമുക്ക് ബോയിലറിന് പറയുന്നത്. ഒന്ന് മെയിൻ ഔട്ട്പുട്ടും പിന്നെ ഒന്ന് മൈനർ ഔട്ട്പുട്ടും. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞാണ് മെയിൻ മൈനർ എന്ന്. ഇത് മെയിൻ ആണോ മൈനർ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ പേരിട്ടുള്ളൂ മെയിൻ മൈനർ എന്ന്. ഓക്കെ, സോ മെയിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീമാണ് മെയിൻ ഔട്ട്പുട്ട്. ഇതിന്റെ മൈനർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫ്ലൂ ഗ്യാസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഫ്ലൂ ഗ്യാസിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഹോട്ട് ഗ്യാസസ്. അതായത് സ്റ്റീം പോകുന്നതിനോടൊപ്പം തന്നെ മൈനർ ഔട്ട്പുട്ട് ആയിട്ട് കുറച്ച് എക്സ്ട്രാ ഹോട്ട് ഗ്യാസ് കൂടി എങ്ങോട്ടേക്ക് പോകുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ ബോയിലർ രണ്ട് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരെണ്ണം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റീം ആയിട്ട് പോകുന്നു, മറ്റേതെന്ന് പറയുന്നത് ഒരു യൂസും ഇല്ലാതെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ എഫിഷ്യൻസി കുറവെന്നല്ലേ കാണിക്കുന്നത്. നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെഷീൻ ആണെങ്കിൽ മുഴുവൻ സാധനത്തിനെയും അപ്പുറത്തേക്ക് എത്തിക്കണം. ഇവിടെ കുറച്ച് സാധനത്തിന് വേസ്റ്റ് ആക്കി പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ എഫിഷ്യൻസി കുറയുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ എഫിഷ്യൻസി നമുക്ക് കുറയ്ക്കാൻ താല്പര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എക്കണോമൈസർ എന്ന് പറയുന്ന ഒരാളുടെ സഹായം തേടും. എക്കണോമൈസർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചെങ്കിൽ, എക്കണോമൈസ് ചെയ്യും ദ എക്സ്ട്രാ heat from the hot flue gas and extract heat from the and to the water. Okay, സംഭവം എന്താണ്, അതായത് എക്കണോമൈസർ എന്ന് പറയുന്ന സംഭവം, നമ്മുടെ ഈ ഫ്ലൂ ഗ്യാസ് എന്ന് പറയുന്ന ഹോട്ട് ഗ്യാസ് ആണല്ലോ. ഈ ഹോട്ട് ഹീറ്റ് ആണ് നമുക്ക് വേണ്ട. നമ്മൾ തെർമൽ എന്ന് പറയുന്ന സംഭവമല്ലേ, അപ്പൊ നമുക്ക് ഹീറ്റ് മാത്രം മതി. ഗ്യാസ് പോകുന്നേ പൊക്കോട്ടെ, നമുക്ക് വേണ്ടത്, നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇത് ഹോട്ട് ഗ്യാസ് ആയിപ്പോയി. ഹോട്ട് ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് വേണ്ട ഒരു ഹീറ്റ് ആണ് പുറത്തേക്ക് വെറുതെ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും, എക്കണോമൈസർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചെങ്കിൽ, ഈ ഹോട്ട് ഗ്യാസിൽ നിന്ന് ഹീറ്റിനെ അങ്ങ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും, ആ ഹീറ്റിനെ നമ്മുടെ വാട്ടറിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇത് കംപ്ലീറ്റ് അല്ല ഈ ഒരു എക്സ്പ്ലനേഷൻ. നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് എന്ത് ചെയ്യാം, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്താ പറഞ്ഞത്, ബോയിലർ ഉണ്ട്. ബോയിലറിന് രണ്ട് ഔട്ട്പുട്ടുകളാണുള്ളത്. ഒന്നാമത്തത് ഫ്ലൂ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതൊരു ഹോട്ട് ഗ്യാസ് ആണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് സ്റ്റീം ആണ്. അത് വിടും. ഇപ്പൊ നമുക്ക് ഫ്ലൂ ഗ്യാസ് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ബോയിലറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഫ്ലൂ ഗ്യാസ് പോകുന്നു. ആ ഫ്ലൂ ഗ്യാസിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അത് ഹോട്ട് ഗ്യാസ് ആണ്, അതിൽ നിന്ന് ഹീറ്റിനെ എക്കണോമൈസർ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അതുകൊണ്ട് തന്നെ എനർജി കൺസപ്ഷൻ ഇതിങ്ങനെ ചെയ്തില്ല എങ്കിൽ അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, ബോയിലറിന്റെ എനർജി കൺസപ്ഷൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ബോയിലർ നമ്മൾ ഹീറ്റ് ചെയ്യാനല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സംഭവം നമുക്ക് ഹീറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് എനർജി നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വേസ്റ്റ് ആയി പോയ ഫ്ലൂ ഗ്യാസിൽ നിന്ന് കുറച്ച് ഹീറ്റ് നമ്മൾ എടുത്തു, എന്നിട്ട് നമ്മൾ അതിനെ ബോയിലറിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ബോയിലറിന് കുറച്ച് ഹീറ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ബിക്കോസ് നമ്മൾ കുറച്ച് ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് വേസ്റ്റിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എനർജി കൺസപ്ഷൻ ഓഫ് ബോയിലർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഡിക്രീസ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. റൈറ്റ്, അതെന്ന് പറഞ്ഞാൽ അതിന്റെ എനർജി ഇൻപുട്ട് ഓർ ഫ്യൂൽ ഇൻപുട്ട് ഫോർ ബോയിലർ എന്ന് പറയുന്നത് വി ക്യാൻ റെഡ്യൂസ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, എഫിഷ്യൻസി കൂടും. ഓക്കെ, എഫിഷ്യൻസി കൂടും. നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിനെ പോലും ഇവിടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. സോ ഇതിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നൂടാ, കൂടുന്നു. അപ്പൊ എന്ത് പറയാം നമുക്ക്, എക്കണോമൈസസ് ദ പവർ പ്ലാന്റിന്റെ എഫിഷ്യൻസി, അതിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു, എക്കണോമൈസ് ചെയ്യുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോഴും എക്സ്പ്ലനേഷൻ അത്ര കംപ്ലീറ്റ് അല്ല, ഒന്നുകൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എക്കണോമൈസറിനെ പറ്റിയിട്ട്. അപ്പൊ കുറച്ചുകൂടെ നന്നായിട്ടാകും കേട്ടോ. ബോയിലർ ഉണ്ട്, ബോയിലറിൽ നിന്ന് ഹോട്ട് ഫ്ലൂ ഗ്യാസ് വരുന്നുണ്ട്, അതിൽ നിന്ന് ഹീറ്റ് എക്കണോമൈസർ എക്സ്ട്രാക്ട് ചെയ്യുന്നു. ആ ഹീറ്റ് ഒരു നോർമൽ വാട്ടർ ഉണ്ടാവും.
നമ്മൾ നേരത്തെ പറഞ്ഞത് എക്കണോമൈസർ ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ ഹീറ്റിനെ ഡയറക്റ്റ് ബോയിലറിലേക്ക് പോകുന്നു എന്ന് വേണ്ടിയിട്ടാണ്. അതിനാ നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആക്ച്വലി സംഭവിക്കുന്നത് ബോയിലറിൽ നിന്ന് ഫ്ലൂ ഗ്യാസ് വരുന്നു, അതിൽ നിന്ന് ഹീറ്റ് എക്കണോമൈസർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ആ ഹീറ്റ് എന്ത് ചെയ്യുന്നു, നമുക്കൊരു നോർമൽ വാട്ടർ, ഫീഡ് വാട്ടർ എന്ന് പറയുന്ന ഒരു നോർമൽ വാട്ടർ സിസ്റ്റം ഒക്കെ ഉണ്ട്, അതിലേക്ക് ആ ഹീറ്റിനെ കൊടുക്കുന്നു. ഇപ്പൊ നമ്മുടെ വാട്ടർ എന്താടാ, ഹീറ്റായി. ഈ ഹീറ്റ് ആയിട്ടുള്ള ഹോട്ട് വാട്ടർ നമ്മൾ ബോയിലറിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ബോയിലറിന് ഒരു നോർമൽ വാട്ടറിനെ ആദ്യം മുതൽ തന്നെ ഹീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ല. എന്ത് ചെയ്യുന്നു, ബോയിലറിലേക്ക് കുറച്ച് ഹീറ്റ് ഉള്ള ഹോട്ട് ആയിട്ടുള്ള വാട്ടർ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നീട് അതിനെ കുറച്ചുകൂടെ ഒന്ന് ഹോട്ടാക്കിയാൽ മതി. അപ്പൊ പ്രശ്നം കഴിഞ്ഞു. ആദ്യം മുതലേ ഹോട്ടാക്കേണ്ട കാര്യമില്ല. ഈ വേസ്റ്റ് ആയിട്ട് വന്ന ഹീറ്റിനെ നമ്മൾ നോർമൽ വാട്ടർ, ആ ഫീഡ് വാട്ടറിനെ കൊടുക്കുന്നു, അതിനെ കുറച്ച് ഹോട്ടാക്കുന്നു, ആ ഹോട്ട് വാട്ടർ ബോയിലറിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ബോയിലർ എന്ത് ചെയ്യണ്ട, ആദ്യം മുതലേ വെള്ളത്തിനെ ചൂടാക്കണ്ട, കുറച്ച് ചൂട് വെള്ളത്തിനുണ്ട്, പിന്നെ ബാക്കി ചൂടാക്കി കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഡയറക്റ്റ് ബോയിലറിലേക്ക് കൊടുത്തത്. സംഭവം എല്ലാം കറക്റ്റ് തന്നെയാണ്. ഇപ്പൊ ഇതെന്താടാ, അപ്പൊ ഇത് പെർഫെക്റ്റ് ഓക്കെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ്. ഓക്കെ, പെർഫെക്റ്റ് ഓക്കെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ഫ്ലൂ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമൈസറിലേക്ക് പോകുന്നു, അതിൽ നിന്ന് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ ബോയിലറിലേക്ക് കൊടുക്കുന്നു. അതാണ് നമ്മുടെ ഇവിടെ നമ്മുടെ സ്കീമാറ്റിക് ഡയഗ്രത്തിൽ കാണാനുള്ളത്. അപ്പൊ എക്കണോമൈസർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ സംഭവം. അതിനെ വായിച്ചു തന്നില്ല, അത് വേണമെങ്കിൽ ഒന്ന് വായിച്ചും കൂടെ തന്നേക്കാം. ഇനിയിപ്പോ അതിന്റെ പ്രശ്നം വേണ്ട. എന്താണ് എക്കണോമൈസർ? ഈസ് എ ഹീറ്റ് എക്സ്ചേഞ്ചർ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു റിഡ്യൂസ് എനർജി കൺസപ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, എനർജി കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് എനർജി കൺസപ്ഷൻ കുറയ്ക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇൻ ദ ബോയിലർ ഫ്ലൂ ഗ്യാസ് ആർ എക്സോസ്റ്റഡ് ഇൻ ടു അറ്റ്മോസ്ഫിയർ. അല്ലെ, ഫ്ലൂ ഗ്യാസ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലേക്ക് എക്സോസ്റ്റ് ആയി പോകും. ഈ ഗ്യാസിന് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, നല്ല ടെമ്പറേച്ചർ, നമുക്ക് വേണ്ട ടെമ്പറേച്ചർ ആണ്. സോ എക്കണോമൈസർ എന്ത് ചെയ്യുന്നു, ഈ ഹീറ്റിനെ ഫ്ലൂ ഗ്യാസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ദ വാട്ടർ സൈക്കിൾ റിലീസ് ഫ്രം ദ കണ്ടൻസർ ഈസ് അഗെയിൻ യൂസ്ഡ് ഇൻ ദ സൈക്കിൾ. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫീഡ് വാട്ടർ പമ്പിലേക്ക്. With the help of the feed water pump, this water is transferred into the economizer, and economizer uses the heat of the flue gases, increase the temperature. The economizer uses the waste of the heat flue gases since it is used to increase the efficiency of the entire cycle. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, നമ്മൾ ഫീഡ് വാട്ടർ പമ്പിലേക്ക് കൊടുക്കുന്നു, അതിനെ ഹീറ്റ് ചെയ്യുന്നു, അതിനെ നമ്മുടെ സൈക്കിളിലേക്ക് കൊടുക്കുന്നു. ആ സംഭവമൊക്കെ തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് ബോയിലറിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ എക്കണോമൈസറിൽ നിന്ന് ബോയിലറിലേക്ക് കൊടുക്കുന്നു. എങ്ങനെ പറഞ്ഞാലും ആക്ച്വലി സൈക്കിൾ തുടങ്ങുന്നത് ബോയിലറിൽ നിന്നാണ്. അതുകൊണ്ട് എങ്ങനെ പറഞ്ഞാലും നമ്മൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ആളാണ് ടർബൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ടർബൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഫിഗറിൽ കാണാൻ വേണ്ടി പറ്റും. ടർബൈൻ എന്ന് പറയുന്നത് ആരാണ്? അതായത് ഈ ഒരു സംഭവം, ഇതിന്റെ പേരെന്താ, ട്രപ്പിസോഡൽ ഷേപ്പിലിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ടർബൈൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടർബൈൻ എന്ന് പറയുന്നത് സ്റ്റീം ടർബൈൻ ആണ്. സ്റ്റീം ടർബൈൻ ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. The high pressure high temperature steam are fed into the turbine. അപ്പൊ ബോയിലറിൽ നിന്ന് വന്ന വെറ്റും സാച്ചുറേറ്റഡുമായിട്ടുള്ളതിനെ നമ്മൾ സൂപ്പർ ഹീറ്ററിലേക്ക് കൊടുത്തു. സൂപ്പർ ഹീറ്റർ അതിനെ ഡ്രൈ ആൻഡ് ഹൈ പ്രഷർ ആൻഡ് സൂപ്പർ ഹീറ്റ് ആക്കി മാറ്റി. അത് നമ്മൾ ടർബൈനിലേക്ക് കൊടുത്തു. ഈ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ത് ചെയ്യുന്നു, നമ്മുടെ ടർബൈന്റെ ബ്ലേഡിനെ പോയി ഹിറ്റ് ചെയ്യുന്നു. ടർബൈൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ടർബൈൻ എന്ത് സംഭവിക്കുന്നു, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഹീറ്റ് എനർജി എന്ന് പറയുന്ന സംഭവത്തിനെ എന്ത് ചെയ്യുന്നു, റൊട്ടേഷണൽ എനർജി ഓർ കൈനറ്റിക് എനർജി ഓർ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. You have to understand that the turbine is mechanically coupled with the alternator. What do you mean by alternator? Alternator is nothing but AC generator via shaft. ഒരു ഷാഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ടർബൈനും നമ്മുടെ ജനറേറ്ററും എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റീം എന്ന് പറയുന്നത് ടർബൈനിൽ നിന്ന് റിലീസ് ആവുന്ന സമയത്ത് the temperature and pressure is reduced and this steam is passed through the condenser. The types of steam turbine എന്ന് പറയുന്നത് ഇമ്പൾസ്, ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ PPT-യിൽ മറ്റേ എഴുതി കാണിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിനെന്താ പറയുന്നത്, അത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നോളാം. ടൈപ്സ് ഓഫ് സ്റ്റീം ടർബൈൻ, ഇമ്പൾസ്, റിയാക്ഷൻ ടർബൈൻ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, എഴുതി കാണിച്ചു തരാം. ഓക്കെ, ശ്രദ്ധിച്ചു. അപ്പോൾ ടർബൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീം ടർബൈൻ ആണ്.
ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ഓഫ് ദ സ്റ്റീമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടർബൈൻ യൂസ് ചെയ്തിട്ട് കൈനറ്റിക് എനർജി ആക്കി മാറ്റുന്നു. അതായത് ബോയിലറിൽ നിന്ന് വെറ്റ് ആയിട്ടുള്ള സ്റ്റീം വരുന്നു. അതിനെ നമ്മൾ സൂപ്പർ ഹീറ്ററിലേക്ക് കൊടുക്കുന്നു. അവിടെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള സ്റ്റീം കിട്ടുന്നു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊരു ടർബൈൻ ആണെന്ന് വിചാരിച്ചോ കേട്ടോ. എനിക്ക് വരയ്ക്കാൻ വലിയ കഴിവൊന്നുമില്ല. ഇതൊരു ടർബൈൻ ആണെന്ന് വിചാരിച്ചോ. നമ്മുടെ ഈ സ്റ്റീം ഈ ടർബൈനിൽ പോയിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്റ്റീം ഈ ടർബൈൻ്റെ ബ്ലേഡിൽ പോയി തട്ടും. നമ്മൾ വെറ്റ് ആയിട്ടുള്ള കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഈ ടർബൈൻ്റെ ബ്ലേഡ് എല്ലാം കൊറോഷൻ ചെയ്ത് തുരുമ്പടിച്ചൊക്കെ പോകും. അതുകൊണ്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സ്റ്റീമാണ് കൊടുക്കുന്നത്. ഈ സ്റ്റീം എന്ത് ചെയ്യുന്നു? ഈ ടർബൈനെ കറക്കും. ഈ ടർബൈനിൽ നിന്ന് നമ്മുടെ ജനറേറ്ററിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഷാഫ്റ്റ് വഴി, ഇത് ജനറേറ്റർ ആണെന്ന് വിചാരിച്ചു, ഷാഫ്റ്റ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു? അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ എന്ത് സംഭവിച്ചു? ഹീറ്റ് എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയായി മാറി. ഇവിടെ സ്റ്റീം വരുമ്പോൾ ഇത് ഹീറ്റ് എനർജി അല്ലേ, ഇത് ഇവിടെ പോയി തട്ടിയപ്പോൾ ഇത് കറങ്ങിയില്ലേ. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് എന്തായി മാറി? കൈനറ്റിക് എനർജിയോ റൊട്ടേഷണൽ എനർജിയോ മെക്കാനിക്കൽ എനർജി ആയി മാറി. ഓക്കെ, ഫൈൻ. ഇനി ഓൾട്ടർനേറ്റർ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ആണ്. ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ സി ജനറേറ്ററിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ടർബൈനിൽ സംഭവിക്കുന്നത് സ്റ്റീമിന്റെ എനർജീനെ കൈനറ്റിക് എനർജി ആക്കി മാറ്റി. ഓൾട്ടർനേറ്ററിൽ സംഭവിക്കുന്നത് ആ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ആ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ആ റൊട്ടേഷണൽ എനർജീനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റി. അങ്ങനെ നമ്മുടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞൊരു ടേമാണ്, നേരത്തെ വായിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് എക്സോസ്റ്റ് സ്റ്റീം. വാട്ട് യു മീൻ ബൈ എക്സോസ്റ്റ് സ്റ്റീം? ദ സ്റ്റീം ഓൾറെഡി ഡൺ ഇറ്റ്സ് ജോബ് ഫോർ ടേണിംഗ് ദ ടർബൈൻ. അതായത് സംഭവത്തിലേ ഉള്ളൂ, നമ്മൾ ബോയിലറിൽ നിന്ന് സ്റ്റീം എടുത്തു, അത് സൂപ്പർ ഹീറ്ററിലേക്ക് കൊടുത്തു, സൂപ്പർ ഹീറ്ററിൽ നിന്ന് സ്റ്റീം ടർബൈനിലേക്ക് പോയി. ആ ടർബൈനിൽ പോയിട്ട് സ്റ്റീമിന്റെ ജോലി എന്താ? ടർബൈനെ കറക്കുക. അങ്ങനെ കറക്കി കഴിഞ്ഞിട്ട് ആ സ്റ്റീം പുറത്തേക്ക് വരുമല്ലോ. അവിടെ വിരുന്നിന് പോയതൊന്നുമല്ല, ടർബൈൻ്റെ അകത്ത് വിരുന്നിന് പോയതല്ലല്ലോ സ്റ്റീം. കറക്കി കഴിഞ്ഞിട്ട് സ്റ്റീം പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വന്ന സ്റ്റീമിനെയാണ് നമ്മൾ എക്സോസ്റ്റ് സ്റ്റീം എന്ന് പറയുന്നത്. അതായത് ദ സ്റ്റീം ഓൾറെഡി ഡൺ ഇസ് ജോബ് ഫോർ ടേണിംഗ് ദ ടർബൈൻ. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്? അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഹൈ പ്രഷർ ഉള്ള, ഹൈ ടെമ്പറേച്ചർ ഉള്ള, ഹൈ എനർജി ഉള്ള ഒരു സ്റ്റീം ആയിരുന്നു നമ്മൾ ടർബൈനിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തത്. അത് ആ സ്റ്റീം എന്ന് പറയുന്നത് ടർബൈനെ നന്നായിട്ടൊന്ന് കറക്കി അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ സ്റ്റീമിന്റെ പണി കഴിഞ്ഞു. അങ്ങനെ കറക്കിയ സ്റ്റീം പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ പ്രഷർ ലോ ആയിരിക്കും, ടെമ്പറേച്ചർ ലോ ആയിരിക്കും, എനർജി ലോ ആയിരിക്കും. ഇത്തരത്തിലുള്ള സ്റ്റീമിനെയാണ് നമ്മൾ എക്സോസ്റ്റ് സ്റ്റീം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചെങ്കിൽ, ഈ എക്സോസ്റ്റ് സ്റ്റീമിനെ നമ്മൾ കണ്ടൻസർ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കൊടുക്കും. ആ കണ്ടൻസർ അതിനെ വാട്ടർ ആക്കി മാറ്റുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നേരത്തെ തന്നെ ഞാൻ ഓൾട്ടർനേറ്ററിന്റെ ആ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഓൾട്ടർനേറ്റർ എന്താ ചെയ്യുന്നത്? ഓൾട്ടർനേറ്റർ ആണ് ടർബൈനാർ കണക്റ്റഡ് വിത്ത് ഒരു ഷാഫ്റ്റ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു സ്റ്റീമിന്റെ ഫ്ലോയ്ക്ക് അനുസരിച്ച്. അങ്ങനെ ഓൾട്ടർനേറ്റർ എന്ത് ചെയ്യുന്നു? ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. സോ ഓൾട്ടർനേറ്റർ ഓൾസോ റൊട്ടേറ്റ്. അതായത് ഇവിടെ നമ്മുടെ ടർബൈൻ ഉണ്ട്, ഇതാണ് നമ്മുടെ ടർബൈൻ, ഇതാണ് നമ്മുടെ ഓൾട്ടർനേറ്റർ. ഇത് തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഷാഫ്റ്റ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടർബൈൻ കിടന്ന് കറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾട്ടർനേറ്ററും റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? അത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. Therefore, the alternator is a device that convert kinetic energy or rotational energy into electrical energy. ടർബൈൻ എന്താ ചെയ്തത്? ഹീറ്റ് എനർജീനെ കൈനറ്റിക് എനർജി ആക്കി മാറ്റി. ആൾട്ടർനേറ്റർ എന്താ ചെയ്തത്? ആ കൈനറ്റിക് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റി. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഫീഡ് വാട്ടർ പമ്പാണ്. ഫീഡ് വാട്ടർ പമ്പിലേക്ക് നമ്മൾ നോക്കാം. അത് എവിടെയാണ്, അതിന്റെ ഡയഗ്രത്തിൽ എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെയാണ് ഫീഡ് വാട്ടറും ഫീഡ് വാട്ടർ പമ്പും കണ്ടൻസറും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. റൈറ്റ്, കണ്ടൻസറും ഫീഡ് വാട്ടർ പമ്പും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. റൈറ്റ്, ഞാൻ നേരത്തെ പറയായിരുന്നു, ടർബൈനിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വന്ന ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ, ലോ എനർജി സ്റ്റീമിനെ നമ്മൾ കണ്ടൻസറിലേക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ആ കണ്ടൻസർ ആണ് ഈ സംഭവം. കണ്ടൻസറിലേക്ക് കൊടുക്കുന്നു. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ കണ്ടൻസറിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ട് വന്ന ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ, ലോ എനർജി സ്റ്റീമിനെ നമ്മൾ വാട്ടർ ആക്കി മാറ്റി. അപ്പോഴും അവിടെ ഒരു ലോ ടെമ്പറേച്ചർ ഉണ്ട്. ഹൈ ടെമ്പറേച്ചർ അത്രയും ഇല്ല, ലോ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോഴും വെള്ളം കുറച്ച് ചൂടാണ്, കണ്ടൻസ് ചെയ്തെടുത്ത വെള്ളം കുറച്ച് ചൂടാണ്. ആ വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു?
നമ്മളൊരു കൂളിംഗ് സിസ്റ്റത്തിലൂടെ കടത്തി വിട്ടിട്ട് ആ വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഹീറ്റ് എല്ലാം എടുത്ത് കളയുന്നു. എന്നിട്ട് ആ വെള്ളത്തിന് നമ്മൾ നമ്മുടെ ഫീഡ് വാട്ടറിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ആ ഫീഡ് വാട്ടറിൽ നിന്നാണ് നേരെ എക്കണോമൈസറിലേക്കും ബോയിലറിലേക്കൊക്കെ വാട്ടർ എത്തുന്നത്. ഓക്കെ, ഫീഡ് വാട്ടർ പമ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. സോ നമുക്കത് എന്താന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒരുപാട് സമയമായല്ലോ, ഒരു ഇതും കൂടെ പറയാനേ ഉള്ളൂ. ഫീഡ് വാട്ടർ പമ്പ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞത്, എ ഫീഡ് വാട്ടർ പമ്പ് ഈസ് യൂസ്ഡ് ടു സപ്ലൈ ദ വാട്ടർ ഇൻടു ദ ബോയിലറിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ബോയിലറിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫീഡ് വാട്ടർ പമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ വാട്ടർ മേ ബി ഫ്രം ദ കണ്ടൻസർ ഓർ ഫ്രഷ് വാട്ടർ. കണ്ടൻസറിലുള്ള വെള്ളമാകാം അല്ലെ ഫ്രഷ് വാട്ടർ ആകാം. ദ പമ്പ് ഈസ് യൂസ്ഡ് ടു പ്രഷർ ദ വാട്ടർ. അവിടെ നമ്മളൊരു പമ്പ് നമ്മൾ കണ്ടായിരുന്നു, റൈറ്റ്? ഒരു പമ്പ് ഫീഡ് പമ്പ് നമ്മൾ കണ്ടായിരുന്നു. ആ ഫീഡ് വാട്ടർ പമ്പ് എന്ന് പറയുന്നത് ജനറലി സെൻട്രിഫ്യൂഗൽ അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ടൈപ്പ് പമ്പായിരിക്കും. അപ്പൊ എന്താ ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ടൈപ്പ് പമ്പ് എന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ടൈപ്പ് പമ്പിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരു സിറിഞ്ചിനെ പറ്റി ആലോചിക്കുക. ഒരു സിറിഞ്ചിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ സിറിഞ്ചിൽ കുറച്ച് വെള്ളം സിറിഞ്ചിലേക്ക് കയറ്റുന്നു എന്ന് വിചാരിക്കും. സിറിഞ്ചിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ കയറ്റുന്നു. എന്നിട്ട് സിറിഞ്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല പ്രഷറിന് എന്ത് ചെയ്യുന്നു, ആ വെള്ളം പുറത്തേക്ക് ചാടിപ്പോകും, റൈറ്റ്? അതാണ് നമ്മുടെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ട്രാപ്സ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് പുഷസ് ഇറ്റ് ത്രൂ ദ ഇറ്റ്സ് ഔട്ട്ലെറ്റ്. ഓക്കെ, ഇറ്റ് വർക്ക് ലൈക്സ് എ സിറിഞ്ച്. നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഫ്ലൂയിഡിനെ പുള്ള് ചെയ്യുന്നു, ദെൻ അത് എന്ത് ചെയ്യുന്നു, ഇറ്റ് പുഷ് ഇറ്റ് ഔട്ട്. ഓക്കെ, അതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വോളിയം വാട്ടർ ആയിരിക്കും അത് എടുക്കുക. എന്നിട്ട് ആ ഫിക്സഡ് വോളിയം വാട്ടറിനെ അത് എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്ത് കളയുന്നു. അവിടെ ഹൈ പ്രഷർ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ചെറിയ ഫ്ലോ ഹൈ പ്രഷർ സിറ്റുവേഷനിലൊക്കെയാണ്. വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡ്സിലൊക്കെ, അതായത് തിക്ക് ഫ്ലൂയിഡ്സിലൊക്കെ നന്നായിട്ട് ഇത് വർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ബേസിക് മെക്കാനിക്കലിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ റൊട്ടേറ്റിംഗ് ഇമ്പല്ലർ ഒക്കെ കാണും. ആ റൊട്ടേറ്റിംഗ് ഇമ്പല്ലർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ വാട്ടറിന് എന്ത് ചെയ്യുന്നു, നല്ല പ്രഷറിൽ ഔട്ട്വേർഡ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലേതെങ്കിലും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പോ സെൻട്രിഫ്യൂഗൽ പമ്പോ ഒക്കെ ആയിരിക്കും നമ്മൾ ഫീഡ് വാട്ടർ പമ്പായിട്ട് നോർമലി യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഫീഡ് വാട്ടർ പമ്പ് ഇവിടെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചു തരാമല്ലോ. ഫീഡ് വാട്ടർ പമ്പ് ഇവിടെ, ഫീഡ് വാട്ടർ പമ്പ് ഇവിടെ. ഇവിടെയാണ് ഫീഡ് വാട്ടർ പമ്പ് നമുക്ക് കാണാം, റൈറ്റ്? ഇത് ഇവിടെ ഒരു റൗണ്ടിൽ ഒരു ഫീഡ് വാട്ടർ പമ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, റൈറ്റ്? ഫീഡ് വാട്ടർ പമ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതാണ് ഫീഡ് വാട്ടർ പമ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ടർബൈൻ്റെ ഇൻപുട്ട് ആയിട്ട് ഒരു ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ, ഹൈ എനർജി ഗ്യാസ് വന്നു. ടർബൈനെ കറക്കി. അപ്പൊ നമുക്ക് എക്സോസ്റ്റ് സ്റ്റീം വന്നു. എന്താണ് എക്സോസ്റ്റ് സ്റ്റീം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതിനെ നമ്മൾ കണ്ടൻസറിലേക്ക് കടത്തി വിട്ടു. ആ കണ്ടൻസർ എന്ത് ചെയ്യുന്നു, അതിനെ ഒരു സ്മോൾ ഹോട്ട് വാട്ടർ ആക്കി മാറ്റി. എന്തുകൊണ്ടാണ് സ്മോൾ ഹോട്ട് വാട്ടർ എന്ന് ഞാൻ പറഞ്ഞത്? കാര്യം എക്സോസ്റ്റ് സ്റ്റീമിന്റെ ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പൊ അത് കണ്ടൻസറിലോട് അതിനെ വാട്ടർ ആക്കി മാറ്റും. ആ വാട്ടറിന്റെ ഹീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കമ്പാരിറ്റീവ്ലി ആദ്യം ടർബൈൻ്റെ ഇൻപുട്ടിൽ കൊടുത്തതിന്റെ അത്രയും ചൂട് അതിനുണ്ടാവില്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൂളിംഗ് ടവറിലേക്ക് കൊടുക്കുന്നു. ഈ കൂളിംഗ് ടവർ എന്ന് പറയുന്ന ബൈ യൂസിങ് എയർ സർക്കുലേഷൻ വെച്ചിട്ടോ ഓർ എനി അതർ മെത്തേഡ് വെച്ചിട്ടോ എന്ത് ചെയ്യുന്നു, ആ ചെറിയ ഹീറ്റുള്ള വാട്ടറിനെ കൂൾ വാട്ടർ ആയിട്ട് മാറ്റുകയും എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ഫീഡ് ബാക്ക് ടു ദ സിസ്റ്റം. നമ്മുടെ സൈക്കിളിലേക്ക് വീണ്ടും അതിനെ കൊടുക്കുന്നു. അവിടെ നമ്മൾ ഫീഡ് വാട്ടർ പമ്പാണ് യൂസ് ചെയ്യുന്നത്. അത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പോ സെൻട്രിഫ്യൂഗൽ പമ്പോ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബാക്ക് ടു സൈക്കിൾ, നമ്മുടെ സൈക്കിളിലേക്ക് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഈ പ്രോസസ്സ് നടക്കുന്നു. ബോയിലറിലേക്ക് വെള്ളം പോകുന്നു. ബോയിലർ ഇതിനെ വെറ്റ് ആക്കുന്നു. അതിനെ സൂപ്പർ ഹീറ്റർ എന്ത് ചെയ്യുന്നു, ഡ്രൈ ആക്കുന്നു. അതിനുശേഷം ടർബൈനിലേക്ക് പോകുന്നു. എക്സോസ്റ്റ് സ്റ്റീം ഉണ്ടാകുന്നു. കണ്ടൻസർ, സ്മോൾ ഹോട്ട് വാട്ടർ, കൂളിംഗ്, ഫീഡ്ബാക്ക്, ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും, റൈറ്റ്? ഇതാണ് അവിടെ സംഭവിക്കുന്ന കാര്യം. മനസ്സിലായോ? അപ്പോൾ ഇതിന്റെ ഇടയിലൂടെ ഞാൻ എന്ത് ചെയ്തു, കണ്ടൻസറിന്റെയും കൂളിംഗ് സിസ്റ്റത്തിന്റെയും കൂടെ വർക്കിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എക്സ്ട്രാ ആയിട്ട് പറയുന്നില്ല. നിങ്ങളിപ്പം മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. കൂളിംഗ്
കൂളിംഗ് ടവർ എന്ന് പറയുന്നത് എന്താണ്? ആസ് ദ നെയിം സജസ്റ്റ്, ദ കൂളിംഗ് ടവർ ഈസ് യൂസ്ഡ് ടു റിജക്ട് ദ വേസ്റ്റ് ഹീറ്റ് ഇൻ ദ water to atmosphere. Different heat transfer method are used. Heat of the water evaporate into the atmosphere. വാട്ടറിനെ വെള്ളത്തിലുള്ള ചൂടിനെ അറ്റ്മോസ്ഫിയറിലേക്ക് കളയുന്നു. ഓർ റിമെയിൻസ് കൂൾ വാട്ടർ ആൻഡ് ഫർദർ യൂസ്ഡ് ഇൻ ദ സൈക്കിൾ. നമ്മൾ പറഞ്ഞാണ് അല്ലേ. ദ കണ്ടൻസർ കൺവേർട്ട് ദ സ്റ്റീം ഇൻ ടു ദ വാട്ടർ. പിന്നെന്താ പറഞ്ഞേ? ആൻഡ് ദ വാട്ടർ ദാറ്റ് കം ഫ്രം ദ കണ്ടൻസർ ഈസ് സപ്ലൈഡ് ടു ദ കൂളിംഗ് ടവർ. ജനറലി എയർ സർക്കുലേറ്റഡ് ഫ്രം ബോട്ടം ടു ടോപ്പ് ഓഫ് ദ ടവർ. അതാണ് നമ്മൾ പറഞ്ഞ എയർ സർക്കുലേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇനി എന്താണ്? ഇനി എഫിഷ്യൻസി ഓഫ് ദ പവർ സിസ്റ്റം ആണ്. എഫിഷ്യൻസി ഓഫ് ദ പവർ സിസ്റ്റം. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. എഫിഷ്യൻസി ഓഫ് സ്റ്റീം പവർ സ്റ്റേഷൻ, അതിൻ്റെ തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു സംഭവമാണ് തെർമൽ എഫിഷ്യൻസി. Thermal efficiency is defined as the ratio of heat equivalent of mechanical energy available at the turbine to heat energy available at the combustion of the coil of the boiler. Okay. അതായത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് എന്തായിരിക്കും യൂസ് ചെയ്യുക? എഫിഷ്യൻസി ഈസ് വാട്ട്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, റൈറ്റ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ബൈ ഇൻപുട്ട്. ഇതല്ലേ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? അതേ സംഭവമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഇൻപുട്ടായിട്ട് എന്താ വന്നത്? ഹീറ്റ് എനർജി അവൈലബിൾ ദ കമ്പസ്റ്റൻ ഓഫ് ദ ബോയിലർ. ബോയിലറിൽ നിന്നാണല്ലോ എങ്ങോട്ടേക്ക് പോകുന്നത്? ബോയിലറാണല്ലോ ഫസ്റ്റ് കമ്പോണന്റ്, അതിനുശേഷമല്ലേ ടർബൈനിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഹീറ്റ് എനർജി അവൈലബിൾ ദ കമ്പസ്റ്റൻ ഓഫ് ഓയിൽ ഇൻ ദ ബോയിലർ. അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഹീറ്റ് ഇക്വാലന്റ് ഓഫ് മെക്കാനിക്കൽ എനർജി. നമ്മൾ നേരത്തെ ടർബൈൻ എന്താ ചെയ്യുന്നതെന്നാ പറഞ്ഞത്? സ്റ്റീമിന്റെ എനർജീനെ കൈനറ്റിക് എനർജി ആക്കി മാറ്റുന്നു. ഓൾട്ടർനേറ്റർ എന്താ ചെയ്തത്? ആ കൈനറ്റിക് എനർജിനെ ഇലക്ട്രിക്കൽ എനർജി മാറ്റുന്നു. അപ്പൊ ആ ഒരു തെർമൽ എഫിഷ്യൻസിയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ ആ സ്റ്റീം എനർജീനെ എന്താക്കി മാറ്റി? മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റി. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയാണ്, ഇൻപുട്ട് എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയാണ്. അതിന്റെ രണ്ടിന്റെയും എന്താണ് റേഷ്യോ ആണ് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദ തെർമൽ എഫിഷ്യൻസി ഓഫ് ദ പവർ സ്റ്റേഷൻ ഈസ് ഓൾമോസ്റ്റ് അബൌട്ട് 30%. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. അപ്പോൾ ഇതിന്റെ എഫിഷ്യൻസി എത്രത്തോളം കുറവായിരിക്കും? നമ്മൾ 100% കോൾ എടുത്തിട്ടും, നമ്മളൊരു 100% കോൾ എടുത്തു എന്ന് വിചാരിക്കും. അത് നമ്മൾ യൂസ് ചെയ്താൽ പോലും നമുക്ക് കിട്ടുന്ന 30% മാത്രമേ ഉള്ളൂ അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ എഫിഷ്യൻസി കമ്പാരിറ്റീവ്ലി കുറവാണ് കേട്ടോ. ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഓവറോൾ എഫിഷ്യൻസി is defined as the ratio of the heat equivalent of electrical output to the whole of the heat of the combustion. Okay. Heat equivalent of electrical efficiency, heat combustion of the coal. അതായത് ഇത് നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, ബോയിലറിലുള്ള ഒരു ഹീറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റി. ആ ഒരു എഫിഷ്യൻസിയാണ് ഇത്, തെർമൽ എഫിഷ്യൻസി. ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള സംഭവം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹീറ്റ് കൊടുത്തു. ആ ഹീറ്റ് നമുക്ക് എന്തായിട്ട് കിട്ടി? ഫൈനലായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ട് കിട്ടി. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്, ഇക്വാലന്റ് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട്, ഹീറ്റ് ഓഫ് ദ കമ്പഷൻ ഓഫ് കോയിൽ. ഇതല്ലേ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തത്. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ രണ്ട് കേസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റുകളാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഇനി എന്താണ് ഇവിടെ ഇതൊന്ന് ഓക്കെ. സോ അപ്പം ഇവിടെ നമുക്ക് കാണാം എന്താണ്? ദ ഓവറോൾ എഫിഷ്യൻസി ഇൻക്ലൂഡ് ലോസസ്. ഓക്കെ. തെർമൽ എഫിഷ്യൻസിയുടെ കേസിൽ നമ്മൾ ലോസ് ഒന്നും പറഞ്ഞില്ല. തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയെന്നാ പറഞ്ഞേ? തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 30% എന്നാ പറഞ്ഞത്. ഓവറോൾ എഫിഷ്യൻസി എടുക്കുമ്പോൾ അവിടെ എന്തും കൂടെ വരുന്നുണ്ട്? ലോസും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് തെർമൽ എഫിഷ്യൻസിനേക്കാളും കുറവായിരിക്കും. അത് ഓൾമോസ്റ്റ് ഒരു 29% ഒക്കെ ആയിരിക്കും വരിക. ബിക്കോസ് അവിടെ ലോസും കൂടെ വരുന്നുണ്ട്. അറ്റ് ഓൾ സ്റ്റേജസ് ഓഫ് ദ സൈക്കിൾ, എല്ലാ സ്റ്റേജിലുള്ള ലോസിന്റെ ഒരു സം അവിടെ വരുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് എഫിഷ്യൻസി ഓഫ് ദ ഓൾട്ടർനേറ്ററിന്റെ എഫിഷ്യൻസി ഇത് കാണിക്കുന്നു. The overall efficiency of thermal power plant depends upon the size and the rating of the power plant in megawatt. Okay. Lower capacity, lower efficiency. Capacity കുറവാണെങ്കിൽ efficiency കുറവായിരിക്കും. The overall efficiency of a steam power station is about 29%. 29% ഒക്കെ ആയിരിക്കും അതിന്റെ ഓവറോൾ എഫിഷ്യൻസി വരുന്നത്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഫൈനലായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഓക്കെ.
ഇനി ഫൈനലായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. അഡ്വാൻറ്റേജ് പറയുമ്പോഴത്തേക്കും ഇതിന്റെ എന്താണ് ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ലെസ് ആണ് കമ്പയർ ടു അതർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഈസ് ലെസ് ഡിപ്പെൻഡിങ് ഓൺ ദ സീസൺസ്. ഇത് സീസൺ ഡിപ്പെൻഡന്റ് അല്ല. ബിക്കോസ് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നല്ല മഴയൊക്കെ ഉള്ള സമയത്തായിരിക്കും നമുക്ക് നല്ല ഇത് കിട്ടുക അല്ലെ. ഇത് സീസൺ ഒന്നുമില്ല. നമ്മൾ കോളല്ലേ യൂസ് ചെയ്യുന്നത്. കോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് സീസൺ ഇൻഡിപെൻഡന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കോൾ ഈസ് ഈസിലി അവൈലബിൾ ആൻഡ് ഈസി ടു ട്രാൻസ്പോർട്ട് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റി അല്ലെ. ഇപ്പൊ നമുക്ക് ഡാമിൽ വെള്ളം കുറവാണെങ്കിൽ ഒരു ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് ഡാമിലേക്ക് അടിക്കുക എന്ന് പറയുന്നത് അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതൊക്കെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ കോള് നമുക്ക് തീർന്നു പോകണമെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് വെച്ച് ചെയ്യുമ്പോൾ അതിന് സ്പേസ് ഭയങ്കര കുറവായിരിക്കും. ഒരു ചെറിയ ലെസ് സ്പേസിൽ നമുക്ക് ചെയ്യാം. മറ്റേന്ന് പറഞ്ഞാൽ ഒരു ഡാം ഒക്കെ ക്രിയേറ്റ് ചെയ്യണം, പിന്നെ അതിന്റെ പവർ സ്റ്റേഷൻ അത് ഇത് അങ്ങനെ ജനറേറ്റിംഗ് സ്റ്റേഷൻ അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലം വേണം. ഇവിടെ അത്ര ഒന്നും വേണ്ട. ഒരു ഡാം ക്രിയേറ്റ് ചെയ്യാൻ തന്നെ എത്രത്തോളം ഏരിയ നമ്മൾ അക്വയർ ചെയ്യണം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്ര ഒന്നും ഇതിന് വേണ്ട. ദിസ് പ്ലാന്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ എനി ലൊക്കേഷൻ. ഏത് ലൊക്കേഷനിൽ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണെങ്കിൽ നല്ല വാട്ടർ അവൈലബിലിറ്റി ഒക്കെ ഉള്ളിടത്ത് മാത്രമേ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതെന്ന് പറയുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് അഡ്വക്കേറ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ആൻഡ് ബൾക്ക് വാട്ടർ ഈസ് അവൈലബിൾ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂ ടു കമ്പസ്റ്റൻ ഓഫ് കോൾ ഫ്ലൂ ഗ്യാസസ് സ്മോക്ക് ആർ റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ദെർഫോർ പ്ലാന്റ് ഈസ് നോട്ട് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി. കേൾക്കുമ്പോൾ തന്നെ അറിയാലേ, അത് കോളൊക്കെ കൽക്കരിയൊക്കെ കത്തിച്ചു വിടുകയാണെങ്കിൽ കാർബൺ എമിഷൻ ഒക്കെ സംഭവിക്കും. അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിന് അത്ര നല്ലതല്ല. അപ്പൊ ഇത് എന്തല്ല, അറ്റ്മോസ്ഫിയർ ഫ്രണ്ട്ലി അല്ല. പക്ഷെ ഹൈഡ്രോ ഇലക്ട്രിക് ഒക്കെ അറ്റ്മോസ്ഫിയർ ഫ്രണ്ട്ലി ആണ്. ദ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് വെരി ഹൈ. ഓക്കെ, നമ്മുടെ ഇനീഷ്യൽ കോസ്റ്റ് കുറവാണെങ്കിലും, ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണെങ്കിലും റണ്ണിങ് കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും ഒക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. റൈറ്റ്. ഇനി ആഷിന്റെ മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര പാടാണ് കമ്പയർ ടു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഭയങ്കര ലെസ് ആയിരിക്കും. ഓവറോൾ എഫിഷ്യൻസി, തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 30% ആണ്. ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് 29% ആണ്. അതൊക്കെ ഭയങ്കര കമ്പാരിറ്റീവ്ലി കുറവാണ്. എഫിഷ്യൻസി 30-20 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങളോട്? നോക്കട്ടെ. കൂളിംഗ് ടവേഴ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇവിടെ റിവ്യൂ പോലെ പറയുന്നുണ്ട്. റിവ്യൂ എഫിഷ്യൻസിയുടെ കാര്യം. എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇത്രയും കുറവായിരിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടോ? അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പറയാനായിട്ടുള്ളൂ. ഇതിന്റെ ഒരു റിവ്യൂ പോലെ ഞാനിത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ആ റിവ്യൂ കൂടെ പറയാം. നമ്മൾ കോളുണ്ട്, കോളിനെ ക്രഷ് ചെയ്തു, അതിനെ ഹീറ്റ് ചെയ്തു, തെർമൽ എനർജി ഉണ്ടായി, വാട്ടറിനെ ഹീറ്റ് ചെയ്തു, സ്റ്റീം ഉണ്ടായി. ആ വെറ്റ് സ്റ്റീമിനെ ഡ്രൈ സ്റ്റീം ആക്കി എക്കണോമൈസറിലേക്ക് കൊടുത്തു. അതിനുശേഷം അതിനെ ടർബൈനിലേക്ക് കൊടുത്തു. ടർബൈൻ കറങ്ങി എക്സോസ്റ്റ് സ്റ്റീം പുറത്തു വന്നു, കണ്ടൻസറിൽ വന്നു, കൂളിംഗ് ടവറിൽ വന്നു. പിന്നെ ആ സൈക്കിൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വരും. ഓക്കെ, സംഭവം ഭയങ്കര സിമ്പിളാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രീ ഹീറ്റർ, അത് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, ഒരു പ്രീ ഹീറ്റർ ഒക്കെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി നിങ്ങൾ ഈ ഒരു ഫിഗർ ഒക്കെ ഒന്ന് നോക്കിക്കടാ, കോൾഡ് സ്റ്റോറേജ് ഇനി നിങ്ങൾ ഈ സംഭവമൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, ഈ ഫിഗർ ഒക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും. ബിക്കോസ് എന്താണ് സംഭവിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ക്ലാസ് ഒരുപാട് ലെങ്തി ആയിപ്പോയി, ബിക്കോസ് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തു. ക്ലാസിന്റെ ലെങ്ത് കുറയ്ക്കണമെങ്കിൽ ലെങ്ത് കുറയ്ക്കാം. അപ്പോൾ എക്സ്പ്ലനേഷൻ ചുരുക്കും കുറച്ചുകൂടെ. ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.